വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ മിനി ആന്റി അനിത്തിന്റെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാനായിരിക്കും. അപ്പൊ നമുക്ക് ചോദിക്കാം എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. ഓക്കെ അലീന, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ടൂണ, ക്യാനിൽ കിട്ടുന്ന ടൂണ ഇത് വെച്ചുള്ള ഒരു കട്ട്ലേറ്റ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു 5 ടൂണ പൊടിച്ചതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് പൊട്ടറ്റോ അത് പുഴുങ്ങി അത് പൊടിച്ചതാണ്. നമ്മൾ പൊടിക്കാനായിട്ട് ഈ ഫോർക്ക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ബ്രെഡ് പൊടിച്ചത്, മുട്ടയുടെ വെള്ള നമ്മൾ അടിച്ചെടുത്തതാണിത്. ഇത് ഉള്ളി, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ഉണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 6 പച്ചമുളക്, ഒരല്പം കരിയാപ്പല, ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ആദ്യം വഴറ്റിയെടുക്കും. ഇതിനകത്തോട്ട് അല്പം ചേർക്കേണ്ട സാധനങ്ങളുണ്ട്. മഞ്ഞൾ പൊടി ഒരു 1 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കും. ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. ഉള്ളി അതിനുവേണ്ടി നമുക്ക് വളരെ ചെറുതായിട്ട് കൊത്തി അരിയണം. ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങനെ വളരെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ടയുടെ വെള്ള ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു മാത്രം ഇതിനകത്ത് വന്നു, വെള്ള ഇതിനകത്തും ഉണ്ട്. ഓക്കെ, മുമ്പത്തെ പോലെ തന്നെ നമുക്കിതിനു വേണ്ടിയുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതിന് കടയിൽ നിന്ന് മേടിക്കാം അതിൻ്റെ പൊടി, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രെഡ് പീസാക്കി മതി. ഇങ്ങനെ മുട്ടയുടെ വെള്ളം നമ്മൾ അടിച്ച് അത് ഇത്രയും നല്ലപോലെ പതഞ്ഞ് വരുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ അത് ഈ ഇത്രയും നല്ലതായിട്ട് അത് പതഞ്ഞ് വരും. ഓക്കെ, ഇത്രയും നന്നായിട്ട് ഈ ബ്രെഡ് പൊടിഞ്ഞ് കിട്ടും. നമ്മളെ ടൂണ ഇതിൽ ഓയിലുണ്ട്, അത് നമ്മൾ കളയണം. ഇതിനെ തിരിച്ച് അങ്ങോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്താൽ അപ്പം നമ്മളിത് 5 ടൂണയുടെ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ലഭിച്ച ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, നമ്മളിത് കളയാം. അതിനുശേഷം ഇത് നമ്മൾ നല്ലപോലെ പൊടിക്കുക, നന്നായി പൊടിക്കണം.
അപ്പം നമ്മുടെ പാത്രത്തിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും പച്ചമുളക് കരിവേപ്പില ഇത് നമ്മളിട്ട് നമ്മൾ വഴറ്റാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ അതിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇതിനകത്തോട്ട് നമ്മൾ വീണ്ടും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് വഴറ്റുക. അതിലേക്ക് നമ്മൾ ടൂണ പൊടിച്ചതും ഈ പൊട്ടറ്റോയും കൂടെ ഇപ്പം നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്നൊരു ബോളാക്കുക. നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ അതെടുത്തു. അതിനുശേഷം നമ്മൾ ഈ മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുത്തിട്ട് ഓക്കെ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്യണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഓവൽ ഷേപ്പിലോ അതല്ല റൗണ്ടിലോ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ സ്റ്റാർ ഒന്നും ഉണ്ടാക്കാൻ മെനക്കെടുന്നില്ല. അല്ലെങ്കിൽ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റാറിന്റെ ഷേപ്പോ ട്രയാങ്കിൾ ഷേപ്പോ പല ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ അത് ഇഷ്ടമായിരിക്കും. നമ്മുടെ കട്ട്ലറ്റ് 2 സൈഡും ഏകദേശം മൂന്നിരിക്കുകയാണ്. നമുക്കിനി അതെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാമറാമാൻ പണ്ട് പറഞ്ഞ പോലെ നോക്കി, ഇവിടെ നേഴ്സസിന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. നമ്മളിവിടെ ഉണ്ടേ, നമ്മൾ സംവിധാനമായിട്ട് സൈഡിൽ നിൽക്കുകയായിരുന്നു. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓ നല്ല സൂപ്പർ കട്ട്ലേറ്റ് ആണ്. കാരണം മീനും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഫിഷ് കട്ട്ലേറ്റ് ആണ് ഇത്. വളരെ നല്ല രുചിയാണ്. താങ്ക് യു മിനി സിസ്റ്റർ. പിന്നെ പ്രത്യേകം ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പ്രത്യേകിച്ച് നാളെ മുതൽ ഞങ്ങൾ തബൂക്ക് എന്നുള്ള നല്ല അടിപൊളി ഒരു സ്ഥലത്തിലോട്ടുള്ള യാത്ര പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമാവുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം. അപ്പൊ അടുത്ത പുതിയൊരു വ്ലോഗ് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.